നമസ്കാരം. വാരണാസിയും മോദിയും കഴിഞ്ഞാൽ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോരാട്ടം നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാവും, ഇങ്ങ് തിരുവനന്തപുരത്ത്. എന്തായാലും ആദ്യഘട്ടത്തിൽ BJP പുറത്തിറക്കിയ 195 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 34 കേന്ദ്രമന്ത്രിമാർ ഇടം പിടിച്ചിരുന്നു. ഈ 34 കേന്ദ്രമന്ത്രിമാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനിറങ്ങുന്നത് തിരുവനന്തപുരത്താണ് എന്ന് നമുക്കറിയാം. വിശ്വപൗരനായ തരൂരിന്റെ സ്വന്തം കോട്ടയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോരാട്ടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് തരൂർ തന്നെ ആവും എന്നതാണ് അവസാന നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല കേരളത്തിൽ നിന്നും. അതിന്റെ ഭാഗമായാണ്, അതായത് ഇത്തവണ 2024 കേരളത്തിൽ നിന്നും സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിനെ BJP കളത്തിലിറക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നും 2 അക്ക നേട്ടം കൊയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തരൂരിനെതിരെ ഇത്ര കരുത്തനായ ഒരു സ്ഥാനാർത്ഥി BJP നിർത്തിയിരിക്കുന്നത്. 59 വയസ്സുള്ള ചന്ദ്രശേഖർ ഒരു സാങ്കേതിക പശ്ചാത്തലം കൈമുതലായുള്ള നേതാവാണ്. ടെക്നോളജി രംഗത്തും മറ്റും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവാണ് അദ്ദേഹം. 67 വയസ്സുള്ള തരൂരാവട്ടെ എഴുത്തുകാരനും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു ഇന്റലക്ച്വലും കൂടിയാണ്. ഈ തരൂരും രാജീവ് ചന്ദ്രശേഖരും വെറും രാഷ്ട്രീയക്കാർ മാത്രമല്ല, അതിന് പുറത്ത് അവർക്ക് കൃത്യമായ മേൽവിലാസമുണ്ട്, കൃത്യമായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പോരാട്ടം ഒരു എലൈറ്റ് ക്ലാസ് പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. വിദ്യാഭ്യാസപരമായി ഹൈ പ്രൊഫൈൽ സൂക്ഷിക്കുന്ന ഈ 2 പേരും തങ്ങളുടെ മേഖലകളിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ആളുകൾ കൂടിയാണ്. എന്തായാലും ഈ തരൂരും ചന്ദ്രശേഖറും തമ്മിൽ നിരവധി സാമ്യതകളുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ചന്ദ്രശേഖറും തരൂരും കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് എങ്കിൽ പോലും ഇവർ 2 പേരും ജനിച്ചത് കേരളത്തിലല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മലയാളി മാതാപിതാക്കളുടെ മകനായാണ് ചന്ദ്രശേഖർ ജനിക്കുന്നത്. അതേസമയം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊണ്ടയൂരിലാണ് അദ്ദേഹത്തിന്റെ തറവാട് വീട് വരുന്നത്. കേരളത്തിലെ പാലക്കാട് സ്വദേശികളായ മലയാളി ദമ്പതികളായ ചന്ദ്രൻ തരൂരിന്റെയും സുലേഖ മേനോന്റെയും മകനായ തരൂർ ജനിച്ചതാവട്ടെ ലണ്ടനിലാണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ചന്ദ്രശേഖർ ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ സയൻസിലാണ് PG അഥവാ ബിരുദാനന്തര ബിരുദം നേടിയത്. 1988 അദ്ദേഹം ഇന്റലിൽ ചേർന്നു. 1991 ചന്ദ്രശേഖർ ഇന്ത്യയിൽ തിരിച്ചെത്തി. അതിനുശേഷം തന്റെ ഭാര്യാപിതാവിന്റെ കമ്പനിയായ BPL ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു. 1994 അദ്ദേഹം BPL മൊബൈൽ സ്ഥാപിക്കുന്നു. 2005 അദ്ദേഹം BPL കമ്മ്യൂണിക്കേഷനിലെ തന്റെ 64% ഓഹരികളും A സ്റ്റാർ ഗ്രൂപ്പിന് $1.1 ബില്യൺ വിറ്റത്. 2005 $100 മില്യൺ പ്രാരംഭ നിക്ഷേപത്തിൽ ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തരൂരിന്റെ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള ഏർക്കാടുള്ള മോൺഫോർട്ട് സ്കൂളിലും മുംബൈയിലെ കാമ്പിയൻ സ്കൂളിലുമായാണ് പഠനം പൂർത്തീകരിച്ചത്. ന്യൂദില്ലിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മെഡ്ഫോർഡിലുള്ള ടഫസ് യൂണിവേഴ്സിറ്റിയിലെ ഫെച്ലർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ നിന്നാണ് തരൂർ ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയത്. നിയമത്തിലും നയതന്ത്രത്തിലും മാസ്റ്റർ ഓഫ് ആർട്സും ഇന്റർനാഷണൽ റിലേഷൻസും അഫയേഴ്സിലും ഒക്കെ അദ്ദേഹത്തിന് PhD കൂടിയുണ്ട്. 1978 ജനീവയിൽ UN ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന്റെ സ്റ്റാഫ് അംഗമായാണ് തരൂർ ഐക്യരാഷ്ട്രസഭയിലെ തന്റെ കരിയർ ആരംഭിക്കുന്നത്. 2007 ഏപ്രിലിൽ തരൂർ അണ്ടർ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്നും പിന്നീട് രാജിവെക്കുകയുണ്ടായി. ദക്ഷിണ കൊറിയയുടെ ബാൻ കി മൂണിനെ പിന്തള്ളിക്കൊണ്ടായിരുന്നു തരൂർ 2ാം സ്ഥാനം നേടിയതെന്നതും ശ്രദ്ധേയമാണ്. 2006 കർണാടകയെ പ്രതിനിധീകരിച്ച് സ്വതന്ത്ര രാജ്യസഭാ അംഗമായാണ് ചന്ദ്രശേഖർ തന്റെ പാർലമെന്ററി യാത്ര ആരംഭിക്കുന്നത്. 2018 അദ്ദേഹം BJP അംഗമായി 3ാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2ാം നരേന്ദ്രമോദി സർക്കാരിൽ 2021 ജൂലൈയിലെ മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് ചന്ദ്രശേഖർ സഹമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നാണ് തരൂർ തന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കുന്നത്. ഏകദേശം 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വന്ന് തരൂരിനുണ്ടായിരുന്നു. പക്ഷേ 2014 BJPയുടെ രാജഗോപാലിനെ തരൂർ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും ഈ ഒരു മത്സരിച്ചപ്പോഴുള്ള മാർജിൻ 15,470 കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 2019 വീണ്ടും അദ്ദേഹം BJP
BJPയുടെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2013 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദിയെ പിന്തള്ളിക്കൊണ്ട് എക്സിൽ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന രാഷ്ട്രീയക്കാരൻ എന്ന ഖ്യാതി തരൂർ സ്വന്തമാക്കിയത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കീഴിലുള്ള UPA സർക്കാരുകളിൽ തരൂർ വിദേശകാര്യ HRD സഹമന്ത്രി കൂടിയായിരുന്നു. 2022 കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോട് തരൂർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ നിന്നുള്ള തന്റെ മത്സരം അവസാനത്തേതായിരിക്കുമെന്ന് തരൂർ കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. തരൂരിനെ കീഴടക്കിയാൽ കേരളത്തിലെ പകുതി കടമ്പയും കഴിഞ്ഞു കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്. അത് തന്നെയാണ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മോദി ലക്ഷ്യം വെക്കുന്നതും. അങ്ങനെ തിരുവനന്തപുരം എന്നുള്ള ആ കോട്ട, അവിടെ മോദി മെനയുന്ന സമവാക്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ രണ്ട് മത്സരാർത്ഥികളും പരസ്പരം ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ആളുകളാണ്. അവർക്ക് അതിൻ്റെതായ രാഷ്ട്രീയപരമായ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ കേരളത്തിലെ തുറുപ്പ് ചീട്ട് എന്നുകൂടി ചന്ദ്രശേഖറിനെ വിശേഷിപ്പിക്കേണ്ടതായുണ്ട്.